അത്രത്തോളം ഒരു ഹൈപ്പ് ഇല്ലാതെ വന്ന് പടം കയറി കൊളുത്തിയിട്ടുണ്ട്. അത് ദൃശ്യം പോലെ. അതെ, ദൃശ്യം പോലെ. ദൃശ്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഒരു 11 മണിക്ക് ഉള്ള ഷോന് അപ്രതീക്ഷിതമായിട്ട് കണ്ട ഒരു സിനിമയാണ്. കാരണം ബൈക്ക് സർവീസിന് കൊടുത്തു, വേറെ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ കയറി കണ്ടാണ്. കാരണം അതൊന്നും തിരക്കില്ല. അതെ അതെ അതെ. പിന്നെ ആ സിനിമയുടെ ദൃശ്യത്തിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് ഞാൻ ദൃശ്യം ഫസ്റ്റ് പാർട്ട് ആദ്യത്തെ ഷോ ശരിക്കും ഫാൻസ് പോലും കയറി കണ്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഫാൻസ് ഉണ്ട്. അവന്മാർ പോലും ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് ഷോ കയറി കണ്ടിട്ടില്ല. കാരണം അന്ന് ഒരുപാട് മോഹൻലാൽ സിനിമകൾ ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരും പറഞ്ഞത് വലിയ പ്രതീക്ഷ ഒന്നുമില്ല, ഒരു സാധാരണ അവിടെ ഉണ്ടെന്നൊക്കെ. പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ കളി മാറി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 50ാമത്തെ ദിവസം പോലും റോഡ് ബ്ലോക്കായിരുന്നു. അമ്മമാരും അപ്പൂപ്പന്മാരും വെല്ലിച്ചന്മാരും എവിടെ നിന്നൊക്കെയാണ് ആളുകൾ തമ്പുരാനറിയാം. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പടമാണ് ദൃശ്യം. അതെന്തുകൊണ്ട് ഒരു നല്ല പടമാണ് എന്നൊരു മോഹൻലാൽ പടത്തിന് പേര് കിട്ടിയുണ്ട്. അതുപോലെ പേര് കിട്ടാൻ പോകുന്ന ഒരു പടമാണ് തുടരും. നല്ല പടമാണ്, ഒരു രക്ഷയുമില്ലാത്ത ഒരു നല്ല പടമാണ്. എനിക്ക് പേഴ്സണലി എമ്പുരാനും കണ്ടു, തുടരും കണ്ടു. എമ്പുരാനും ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് തുടരും സെക്കൻഡ് ഹാഫ് ഭയങ്കര ടെൻഷനാക്കി. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അത് സെക്കൻഡ് ഹാഫ് ചില കാര്യങ്ങൾ നമുക്ക് തോന്നും പ്രഡിക്റ്റബിൾ ആണെന്ന്. പക്ഷേ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനുശേഷം സംഭവിക്കുന്നു എന്നുള്ളതിലാണ് ഈ സിനിമയുടെയും ഇതിൻ്റെ സംവിധായകൻ്റെയും എല്ലാവരുടെയും വിജയം. ശരിക്കും ഞാൻ തരുൺ മൂർത്തിക്ക് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കുകയാണ്. കാരണം ചുമ്മാ വെറുതെ തള്ളലല്ല, ഇതിലെല്ലാം ഉണ്ട്.